കൊല്ലം കുണ്ടറ പടപ്പകര ഇരട്ടക്കൊലപാതകം നടത്തി ഒളിവിൽ പോയ പ്രതിയായ അഖിൽകുമാറിനെ കുണ്ടറ ISHO അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശ്രീനഗറിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്ന പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പുകൾ നടത്തി. ആദ്യം തെളിവെടുപ്പ് നടത്തിയത് കൊട്ടിയത്തെ മൊബൈൽ കടയിലാണ്. കാരണം അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയിട്ട് അമ്മയുടെ മൊബൈൽ ഫോണുമായി കടന്ന പ്രതി 2000 രൂപയ്ക്ക് മൊബൈൽ വിൽപ്പന നടത്തിയ ശേഷമാണ് പ്രതി വിവിധ സ്ഥലങ്ങളിലേക്ക് പോയത്. കേസുമായി ബന്ധപ്പെട്ട് പടപ്പക്കര വീടിനുള്ളിൽ നിന്നും 2 സിം കാർഡുകളും കൊലപാതകം നടത്തിയ ദിവസത്തെ പ്രതി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എല്ലാം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ ചോദ്യം ചെയ്യുന്നതനുസരിച്ച് കൂടുതലായി തെളിവെടുപ്പ് ആവശ്യമെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തുമെന്ന് കുണ്ടറ ISHO അനിൽകുമാർ പറഞ്ഞു. ഇല്ല കിട്ടിയിട്ടില്ല. ആ ഇവിടെ മന്ത്രക്കുറിപ്പുണ്ടായിരുന്നു. ഇല്ല വേറെ. ഹലോ ആ ബൈക്ക് എന്താണ് പറയുന്നത് ഇപ്പൊ ഈ അവസ്ഥയിൽ? ബ്രദർ തന്നെ പറയുന്നത് എന്തോ അവന്റെ തള്ളയും കൊന്ന് ഇനി എന്തോ പറയേണ്ടത്? അവനെ കൊന്നു കളയണോ? അതാ ചെയ്യേണ്ടത്. ഇന്നെ കൊണ്ട് ജയിലിൽ ഇട്ടാലും ഇവ ഇനി ഇറങ്ങിയെന്ന് ബാക്കിയുള്ളവരെയും കൊല്ലത്തില്ല. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൊട്ടിയത്ത് അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ ഫോൺ കൊണ്ടുകൊടുത്ത മൊബൈൽ ഷോപ്പിൽ തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം തിരികെ പടപ്പക്കരയുള്ള വീട്ടിൽ പ്രതിയുമായി എത്തി സിം കാർഡുകളും പ്രതിയുടെയും അമ്മയുടെയും സിം കാർഡുകൾ ഒളിപ്പിച്ചതും, അതുകൂടാതെ പ്രതി കൃത്യസമയം ധരിച്ചിരുന്ന ഷർട്ട് എന്നിവയും റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതിക്ക് യാതൊരുവിധ കൂസലുമില്ലാതെ അമ്മയെ കൊന്ന രീതിയും എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയും വീട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയും കാണിച്ചു തന്നിട്ടുണ്ട്.